രാഹുലിൻ്റെ അടുത്ത ഫ്രണ്ടാണ് അപർണ. നാളെ നമ്മൾ അയോധ്യ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ കാണാൻ വന്നതാണ്. അങ്ങനെ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഓരോരുത്തരായിട്ട് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അത് ഇന്ന് രാത്രിയിൽ നമ്മളിവിടെ നിന്ന് വാരണാസി പോവുകയാണ്. വാരണാസി യാത്രയിലെ ഈ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇവർ ഓരോരുത്തരും അവരുടെ പെട്ടികളുമായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മളിനിയും ഇന്ന് രാത്രി പോവും. ഇപ്പോൾ സമയം 2 മണി. എല്ലാവരും റെഡിയായി. നമ്മൾ 2 വണ്ടിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഒരു വണ്ടി കൂടെ ഡ്രൈവറുണ്ട്, അദ്ദേഹം തിരികെ വരും. ഞാൻ ഓടിക്കുന്ന വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് 4-5 ദിവസം അവിടെ പാർക്ക് ചെയ്തിട്ട് തിരിച്ച് വരുമ്പോൾ എടുത്തുകൊണ്ട് പോകാനാണ് പ്ലാൻ. അങ്ങനെ രാത്രി നമ്മൾ 2 മണിക്കൂർ കൊണ്ട് ടെർമിനലിലെത്തി. നമ്മളങ്ങനെ ഡൊമസ്റ്റിക് എയർലൈൻസിലാണ് പോകുന്നത്. ഇൻഡിഗോ. ഹൈദരാബാദ് വാരണാസി. അഞ്ച് ദിവസത്തെ യാത്രയാണ്. നമ്മൾ 9-ാം തീയതി തിരിച്ചു വരും. 9-ാം തീയതി രാത്രി. അങ്ങനെ ലഗേജ് എല്ലാം നമ്മളിട്ട് ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് നമ്മളിവിടെ നിന്ന് ഇനി അടുത്ത സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി പോവാണ്. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് ഇനി മുന്നോട്ട് ലോഞ്ചിലോട്ട് പോകണം. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ലോഞ്ചിലെത്തി. ഗേറ്റിൽ ഇത് ടെർമിനൽ 1-ൻ്റെ ലോഞ്ചാണ്. അത്യാവശ്യം കാണാൻ ഭംഗിയൊക്കെ ഉള്ള ഒരു ലോഞ്ചാണ്. ഇത് പണ്ടത്തെ ഇൻ്റർനാഷണൽ ആയിരുന്നോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ സമയം 5:30-6 മണിയാകുന്നു. നമ്മുടെ ഫ്ലൈറ്റ് 7 മണിക്കാണ്. ഇതാണ് ഗേറ്റ് നമ്പർ 6. വി ആർ ഗോയിങ് ടു ഹൈദരാബാദ്. നമ്മളപ്പം ബോർഡിങ്ങിലാണ്. അച്ഛൻ ശരിക്കും കഴിഞ്ഞാൽ ഒരു വീൽ ചെയർ അസിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അങ്ങനെ എല്ലാവരും ഫ്ലൈറ്റിൽ കയറി. ഇനിയിപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പം ടേക്ക് ഓഫ് ആകാൻ പോകുന്നു. ഇപ്പോൾ റൺവേയിലാണ് ഫ്ലൈറ്റ്. ഏതാണ്ട് 1.5 മണിക്കൂറത്തെ ഫ്ലൈ ആണ് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിലോട്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. നമുക്ക് ഹൈദരാബാദ് വഴി വരേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹൈദരാബാദിനെ ലക്ഷ്യമാക്കി പോയാൽ മാത്രമേ നമുക്ക് ഒരു യാത്ര ആവശ്യമായി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം പോകുന്നൊരു എയർപോർട്ടാണ് ഹൈദരാബാദ്. ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് ഇപ്പം ടേക്ക് ഓഫ് ആകുന്നു.
അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫായി. നമ്മളിപ്പം ജസ്റ്റ് ആകാശത്തിലാണ്. കൊച്ചിയിലെ ആ ഒരു ടേക്ക് ഓഫ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഈ മേഘങ്ങളാണ് താഴെ മുഴുവൻ. അതിനർത്ഥം മിക്കവാറും കൊച്ചി മൊത്തത്തിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. നല്ല രസമാണ് മേളിൽ നിന്ന് ഈ ഒരു വ്യൂ ഇങ്ങനെ കാണാൻ. ഏതാണ്ട് 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഓൾമോസ്റ്റ് ഹൈദരാബാദിൽ ലാൻഡായി. ഇനിയിപ്പം ഇവിടെ നിന്ന് അടുത്ത നമ്മുടെ ഫ്ലൈറ്റ് വാരണാസിക്കുള്ളത് 2 മണിക്കൂർക്ക് ശേഷമാണ്. ലഗേജെല്ലാം വാരണാസി തന്നെയാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് 2 മണിക്കൂർ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഫ്ലൈറ്റ് പിടിക്കും. എന്നിട്ട് നേരെ വാരണാസിയിലോട്ടാണ് യാത്ര. ഫ്ലൈറ്റ് ലാൻഡായ ഉടനെ എയർ ഹോസ്റ്റസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നു. നമ്മുടെ ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ ലാൻഡായെന്ന് പറഞ്ഞ്. ഒരു നിമിഷം ഒന്ന് സ്റ്റക്കായിപ്പോയി. നമ്മൾ ഹൈദരാബാദിനാണോ ബാംഗ്ലൂരിലാണോ എത്തിയെന്ന്. നമ്മൾ ഇറങ്ങുവാണ് ഹൈദരാബാദിലോട്ട്. നമ്മളങ്ങനെ ഹൈദരാബാദ് എയർപോർട്ടിൽ എത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വാരണാസി. നമ്മുടെ ലഗേജ് വാരണാസി തന്നെ കിട്ടും. അതുകൊണ്ട് ഇവിടുന്ന് ലഗേജ് എടുക്കേണ്ട ആവശ്യമില്ല. ബാഗേജ് ക്ലെയിം അവിടെ. നമ്മൾ ഹൈദരാബാദിൽ തന്നെ ആദ്യമായിട്ടാണ് ലാൻഡ് ചെയ്യുന്നത്. ഹൈദരാബാദിൽ ഇതുവരെ വന്നിട്ടില്ല. എയർപോർട്ട് അത്യാവശ്യം വലിയ എയർപോർട്ടാണ്. ഹൈദരാബാദിൽ ലാൻഡായി. അതിനുശേഷം ഇവിടുത്തെ ലോഞ്ചിൽ കയറി. ഇവിടുന്നൊരു 3 hour ഉണ്ട് നമുക്കിവിടെ. അപ്പം ലോഞ്ച് ആക്സസ് എടുത്ത് നമ്മൾ എല്ലാവരും ലോഞ്ചിൽ കയറി. ഇതാണ് ഇവിടുത്തെ ലോഞ്ച്. നമുക്ക് എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാം. ഇവിടെ സിസ്റ്റമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ലോഞ്ചിനകത്തെ ബാറൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് കോർണർ ഭയങ്കര ക്രൗഡ് ഈ ലോഞ്ച്. എനിക്ക് തോന്നുന്നില്ല ലോഞ്ച് ആക്സസ് എടുക്കാമെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഡ്രിങ്ക്സ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണെന്ന്. ഇതാണ് ബാർ. ജസ്റ്റ് ലോഞ്ചിലെ ബാർ ഇരിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കണ്ടു. ഇവിടെ ലോഞ്ച് ഫെസിലിറ്റിയിൽ ഡ്രിങ്ക്സ് കൂടെ ഇല്ല. ഇപ്പോൾ കുടിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ ഇവിടെ വന്നാൽ ക്യാഷ് കൊടുത്തിട്ട് സെപ്പറേറ്റ് കുടിക്കണം. മറ്റ് ലോഞ്ചുകളിലൊക്കെ മോസ്റ്റ്ലി നമുക്ക് ഇവിടെ ലോഞ്ച് ആക്സസ് ഉണ്ടെങ്കിൽ 1-2 ഡ്രിങ്ക്സൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. പക്ഷേ ഹൈദരാബാദിലെ ഈ ലോഞ്ചിൽ അതില്ല, അത് സെപ്പറേറ്റാണ്. ഓൾമോസ്റ്റ് നല്ല ക്രൗഡാണ് ലോഞ്ചിനുള്ളിൽ. നമ്മളങ്ങനെ ഇവിടെ 1-2 മണിക്കൂർ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെ നമ്മുടെ നല്ല സൗത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ എല്ലാം ഉണ്ട്. അതൊക്കെ കഴിച്ച് നമ്മൾ ഇവിടുന്ന് നേരെ ഇപ്പം ആ ബോർഡിങ്ങിനായിട്ട് നമ്മൾ പിന്നെയും പോവാണ് ഗേറ്റിലോട്ട്. നൈസ് എയർപോർട്ടാണ്. ഇവിടെ ടിം ഹോട്ടലിന് അതുപോലെ നമ്മളിപ്പോൾ ലോഞ്ചിൽ പോയിരുന്നതുകൊണ്ട് ഇതൊന്നും അത്ര ശ്രദ്ധിച്ചില്ല. KFC ഒക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ കുറേ ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ്, ഗിഫ്റ്റ് ഷോപ്സ് എല്ലാം ഉണ്ട് ഇവിടെ. പിസ്സേറിയ, നല്ല രസമുള്ള ഫുഡ് കോർട്ട്. ഒരു സ്റ്റൈലിഷ് ഫുഡ് കോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാം കൊള്ളാം. ഈ ഐറിഷ് പബ്ബിൽ കയറി ഇരുന്നിട്ട് ഒരു കോഫി കുടിക്കുക. കാനർവാല എന്ന് പറയുന്നത് ഡൽഹിയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഔട്ട്ലെറ്റാണ്. Indigo, flight number 6226 to Varanasi will soon be ready for boarding. ഒരു 2 hour ട്രാൻസിറ്റ് ആയിരുന്നു ഹൈദരാബാദ്. നമ്മുടെ ഇപ്പോൾ ഫ്ലൈറ്റ് ബോർഡായി. ആൾക്കാരിപ്പം ബോർഡിങ്ങിലാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത്.
റെസ്റ്റോറൻ്റൊക്കെ വളരെ രസകരമായ രീതിയിലാണ് കാണാൻ, നല്ല ഭംഗി. സീലിംഗ് ഒക്കെ നല്ല പ്രോപ്പർ ഒരു സ്റ്റാൻഡേർഡ് സ്റ്റൈലിൽ തന്നെയാണ് ഇത് പണിതിരിക്കുന്നത്. നൈസ്. എയർപോർട്ട് കൊള്ളാം. ഇതിൻ്റെ ഡൊമസ്റ്റിക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ലോഞ്ച് ഇതിലും ഗംഭീരമായിരിക്കും, ഉറപ്പാണ്. വാരണാസി ബോർഡിങ് നടക്കുന്നു. അങ്ങനെ നമ്മൾ ബോർഡ് ചെയ്തു, നേരെ ഇനി ഫ്ലൈറ്റിലോട്ട് പോകുന്നു. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാം നമ്മുടെ ഫ്ലൈറ്റ് ഈ ഒരു സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഫ്ലൈറ്റിൽ ഇപ്പം പെട്രോൾ അവർ ഫില്ല് ചെയ്യുകയാണ്. ഈ താഴേന്ന് ഈ ഒരു മോട്ടർ വഴി അവർ ആ ചിറകിൻ്റെ താഴെയാണ് അത് ഫില്ല് ചെയ്യുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് ഇതാ ഈ കാണുന്നതാണ്. എയർബസ് A320 നിയോ, അതാണ് ഫ്ലൈറ്റ്. ഓൾമോസ്റ്റ് പുതിയ ഫ്ലൈറ്റ് ആണ് കണ്ടിട്ട്. ഓൾമോസ്റ്റ് കണ്ടിട്ട് ഈ ഫ്ലൈറ്റ് ഫുള്ളാണെന്നാണ് തോന്നുന്നത്. കാര്യം നല്ല തിരക്കുണ്ട്. നമ്മളങ്ങനെ സീറ്റ് പിടിച്ച് അച്ഛനും അമ്മയും തൊട്ട് പുറകത്തെ സീറ്റിൽ തന്നെ ഉണ്ട്, ഞങ്ങൾ തൊട്ട് ഫ്രണ്ടിലും. ഇനിയിപ്പം ടേക്ക് ഓഫ് ആകുന്നു. ഏതാണ്ട് 1 മണിക്കൂർ 15 മിനിറ്റ് ആ റേഞ്ചിലാണ് വാരണാസിക്കുള്ള ഫ്ലൈറ്റ്. ഏതാണ്ട് 1.25 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഏതാണ്ട് വാരണാസിയിലോട്ട് ലാൻഡ് ആവുകയാണ്. കണ്ടിട്ട് ഇച്ചിരി ഒരു ഫോഗ് ഒക്കെ ഉള്ള പോലെ തോന്നുന്നു. ഇച്ചിരി തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണെന്നാണ് അന്തരീക്ഷം കണ്ടിട്ട് തോന്നുന്നത്. ഒരു മൂടൽമഞ്ഞ് പോലെയൊക്കെ തോന്നുന്നു. അങ്ങനെ നമ്മൾ വാരണാസിയിൽ ലാൻഡായി. അങ്ങനെ നമ്മുടെ പെട്ടിയെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു പെട്ടിയും കൂടെ ബാക്കിയുണ്ട്. ഒരു ചെറിയ എയർപോർട്ടാണ് വാരണാസി. നമ്മളിപ്പോൾ ഇനി 2 ദിവസം വാരണാസിയിലുണ്ട്. ലഗേജൊക്കെ എടുത്ത് നമ്മൾ നേരെ വെളിയിലോട്ട് പോവുകയാണ്. നമ്മുടെ ഡ്രൈവർ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇനി പുതിയ വാരണാസി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.